ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീകൃഷ്ണ ചരിത്രത്തിലേക്ക് തന്നെ മടങ്ങാം. ഉദ്ധവർ പറഞ്ഞു, ഹേ അരവിന്ദാക്ഷ, പുണ്യപാപങ്ങളും വിധി നിഷേധങ്ങളും നിന്തിരുവടിയുടെ വാക്കായ വേദത്തിൽ നിശ്ചയിച്ചിട്ടുള്ളതാണല്ലോ. വർണ്ണാശ്രമ ഭേദങ്ങളും ദ്രവ്യങ്ങൾക്കും ശുദ്ധ്യാശുദ്ധിയും കാലദേശങ്ങൾക്ക് നന്മ തിന്മയും സ്വർഗനരകങ്ങളും വേദത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ഇവയെല്ലാം അടിസ്ഥാന ഗുണദോഷ കൽപ്പനകളുമാണ്. അവിടുത്തേതായ വേദശാസനകളെ പിന്തുടരാതെ പരമപുരുഷാർത്ഥം സാധിക്കുന്നതെങ്ങനെ? ഇപ്പോൾ ഗുണദോഷ ഭേദമില്ലെന്ന് അരുളി ചെയ്തത് ഇവന് ബുദ്ധിഭ്രമം ഉണ്ടാക്കിയിരിക്കുന്നു. അതിനെ തീർത്തു തരേണമേ. ശ്രീ ഭഗവാൻ പറഞ്ഞു, മനുഷ്യർക്ക് ശ്രേയസ് ഉണ്ടാകട്ടെ എന്ന് സങ്കല്പിച്ച് ജ്ഞാനം, കാമം, ഭക്തി എന്നീ 3 മാർഗങ്ങളെ ഞാൻ വിധിച്ചു. ഇവ 3 കൂടാതെ സംസാരനാശനത്തിന് വേറെ മാർഗമില്ല. ഇവ 3 വിധ അധികാരങ്ങൾക്കായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളവയാണ്. വേദം അനുവദിച്ച വിഷയഭോഗങ്ങളെ ആഗ്രഹിക്കുന്നവർക്കായി വേദോക്ത കാമങ്ങളെ ശ്രദ്ധാപൂർവം ചെയ്യാൻ വിധിച്ചു. കർമ്മങ്ങളിലും കർമ്മഫലമായ വിഷയങ്ങളിലും വിരക്തി വന്നവർക്ക് ജ്ഞാനയോഗം വിധിച്ചു. ജന്മാന്തര പുണ്യം കൊണ്ടോ മഹാ സത്സംഗം കൊണ്ടോ എൻ്റെ ലീലാ കഥാ ശ്രവണത്തിലും നാമ സങ്കീർത്തനാദികളിലും ശ്രദ്ധയും പ്രിയവും ഉണ്ടായി വിഷയങ്ങളിൽ വലിയ ആസക്തിയോ തീരെ വെറുപ്പോ വന്നിട്ടുമില്ല എന്നിങ്ങനെയുള്ളവർക്ക് ഭക്തിയോഗവും വിധിച്ചു. ജ്ഞാനപ്രാപ്തിക്ക് കാരണമായ വിഷയവൈരാഗ്യം ഏതുവരെ ഉറയ്ക്കുന്നില്ലയോ, അഥവാ ഭക്തിപ്രാപ്തിക്ക് കാരണമായ ശ്രവണകീർത്തനാദികളിൽ ഏതുവരെ ശ്രദ്ധ ഉദിക്കുന്നില്ലയോ അതുവരെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കണം. കാമ്യകർമ്മങ്ങളില്ലാത്ത സ്വധർമ്മങ്ങളെ മാത്രം യാതൊരു ഫലവും ഇച്ഛിക്കാതെ ചെയ്യണം. അപ്പോൾ പുണ്യപാപങ്ങളോ സ്വർഗനരകങ്ങളോ സംഭവിക്കുകയില്ല. ക്രമേണ ചിത്തശുദ്ധി ഉണ്ടാവുകയും ചെയ്യും. അന്ധകരണം ശുദ്ധമായാൽ കർമ്മങ്ങളിൽ ആസക്തി ഇല്ലാതെയാകും. അപ്പോൾ ജ്ഞാനമാർഗമോ ഭക്തിമാർഗമോ സ്വീകരിക്കാം. സ്വർഗത്തിലോ നരകത്തിലോ മോക്ഷപ്രാപ്തികരമായ ജ്ഞാനമോ ഭക്തിയോ ഉണ്ടാകുകയില്ല. അതുകൊണ്ടാണ് സ്വർഗവാസികളും കൂടി ഭൂലോകവാസം ആഗ്രഹിക്കുന്നത്. ഇതറിയുന്ന ബുദ്ധിമാൻ സ്വർഗവും നരകവും ആഗ്രഹിക്കുകയില്ല. എന്നാൽ ഈ ലോകത്തിൽ തന്നെ ഇനിയും ജനിച്ചും മരിച്ചും കഴിയാം എന്ന് ആഗ്രഹിക്കരുത്. എന്തെന്നാൽ ദേഹമെടുത്താൽ ദേഹാഭിമാനവും തത്സംബന്ധമായ ദുഃഖങ്ങളുമാണ് ഫലമെന്ന് കാണാം. അതിനാൽ പുരുഷാർത്ഥം സാധിച്ചു തരുന്ന വിലയേറിയ ഈ മനുഷ്യദേഹം പതിക്കുന്നതിന് മുമ്പ് ജാഗരൂകനായി പ്രവർത്തിക്കണം. മരത്തിൽ കൂടുണ്ടാക്കി വസിക്കുന്ന പക്ഷി മരം വെട്ടുകാർ മരം മുറിച്ചു തുടങ്ങുന്നത് കാണുമ്പോൾ തൻ്റെ ഗൃഹം ഉപേക്ഷിച്ച് രക്ഷ പ്രാപിക്കുന്നു. അതുപോലെ കാലം മനുഷ്യന്റെ ആയുസ്സിനെ നിരന്തരം വെട്ടിമുറിച്ചുകൊണ്ടിരിക്കുന്നു. എപ്പോഴാണ് വീഴുന്നതെന്ന് അറിഞ്ഞുകൂടാ. അതിനാൽ ഇപ്പോഴേ ദേഹസംഗം ഉപേക്ഷിച്ച് എത്രയും വേഗം ഈശ്വര സാക്ഷാത്കാരം സാധിച്ച് ഉപശമം പ്രാപിക്കുന്നവനാണ് വിവേകി. ഉദ്ധവ, ജന്മജന്മങ്ങളായി സംസാര സമുദ്രത്തിൽ മുങ്ങി വീർപ്പുമുട്ടുന്ന ജീവനും ഏതോ സുകൃതി വിശേഷത്താൽ പുരുഷാർത്ഥ പ്രാപ്തിക്ക് പ്രഥമ സാധനവും സുദുർലഭവുമായ മനുഷ്യദേഹമെന്ന കപ്പൽ ഇപ്പോൾ കിട്ടിയിരിക്കുകയാണ്. ഇതിപ്പോൾ സ്വാധീനത്തിലുമുണ്ട്. പ്രയത്നിക്കുവാനാവശ്യമായ ബലവും ഇപ്പോഴുണ്ട്. എൻ്റെ പ്രത്യക്ഷ സ്വരൂപനായ ഗുരുനാഥൻ കപ്പിത്താനായിരിക്കുന്നു. എൻ്റെ കൃപയാകുന്ന അനുകൂലവായു സുഖമായി വീശുന്നുമുണ്ട്. ഈ സുവർണാവസരം ഇനി കിട്ടുമോ എന്തോ. അതിനാൽ കിട്ടിയ സന്ദർഭം പാഴാക്കാതെ ഈ ദുഃഖസമുദ്രത്തെ ഇപ്പോൾ തന്നെ തരണം ചെയ്യുന്നവനല്ലേ ബുദ്ധിമാൻ. അത് ചെയ്യാത്തവൻ ആത്മഘാതകൻ തന്നെ, സംശയമില്ല. ജ്ഞാനമാർഗം പറയാം. കർമ്മങ്ങളെല്ലാം ദുഃഖപ്രദമാണെന്നും അനുഭവം കൊണ്ടറിഞ്ഞ യോഗിക്ക് അവയിൽ വെറുപ്പുണ്ടാകുന്നു. തുച്ഛങ്ങളും നശ്വരങ്ങളും പുനർജന്മങ്ങളെ ഉണ്ടാക്കുന്നവയുമായ കർമ്മഫലങ്ങളിൽ അവന് അശേഷം ആസക്തിയില്ല. അവൻ മനസ്സിനെ എന്നിൽ ഉറപ്പിക്കുവാൻ ശ്രമിക്കണം. ആദ്യം ഇന്ദ്രിയങ്ങളെ അടക്കി മനസ്സു നിശ്ചലമാക്കാൻ പ്രയാസം തോന്നിയേക്കാം. ബഹുജന്മവാസനയാൽ മനസ്സിന് വിക്ഷേപം വരാം. അങ്ങനെ വരുമ്പോൾ മനസ്സിനെ പോക്കിനും അല്പം അനുവദിച്ചു കൊടുക്കണം. മനസ്സ് ആഗ്രഹിക്കുന്ന വിഷയങ്ങളെ അല്പം കൊടുക്കണം. അതോടൊപ്പം മനസ്സിനെ സ്വാധീനത്തിൽ കൊണ്ടുവരാനുള്ള ശ്രമം തുടരുകയും വേണം. അല്ലെങ്കിൽ വീണ്ടും വിഷയിയായി തീരും. മനഃചാഞ്ചല്യം പോകാൻ പ്രാണായാമം സഹായകമാണ്. വിഷയദോഷത്തെ ഇടവിടാതെ ചിന്തിക്കുന്തോറും ഇന്ദ്രിയങ്ങളുടെ ശക്തി കുറയും. സാത്വികാഹാരം കൊണ്ട് മനസ്സ് ശുദ്ധമാകും. ഇങ്ങനെ പണിപ്പെട്ട് മനസ്സിനെ വശത്താക്കണം. ഈ സാധന ഏറ്റവും ഉത്കൃഷ്ടമാണ്. മനസ്സ് നിയന്ത്രണാതീതനായി കഴിഞ്ഞാൽ പ്രപഞ്ച വസ്തുക്കളുടെ ഉൽപ്പത്തി നാശങ്ങളെക്കുറിച്ച് അനുലോമമായും പ്രതിലോമമായും അനുസന്ധാനം ചെയ്യണം. തന്മൂലം വിഷയാശ നശിച്ച് ദൃഢവൈരാഗ്യം കൈവരും. മനസ്സ് നിശ്ചല
ജലാശയം പോലെ ശാന്തമാകും. അനന്തരം ഗുരുപദേശം അനുസരിച്ച് ആത്മാനുസന്ധാനം ചെയ്യണം. ഇതുതന്നെ മോക്ഷം. ഇനി ഭക്തിമാർഗം പറയാം. എൻ്റെ കഥാശ്രവണ കീർത്തനാദികളിൽ ശ്രദ്ധയുണ്ടായാൽ അന്യവ്യാപാരങ്ങളിൽ വെറുപ്പുണ്ടാകുന്നു. എങ്കിലും വിഷയാസക്തി തീരെ നശിച്ചിട്ടില്ല. വിഷയങ്ങൾ ദുഃഖപ്രദങ്ങളാണെന്ന് അറിയാം. ഭഗവത് ഭജനം കൊണ്ട് ഈശ്വരകൃപയും തദ്വാര പരമശ്രേയസ്സുകളും ഉണ്ടാകുമെന്ന് ഉറപ്പായ വിശ്വാസമുണ്ട്. എന്നാലും വിഷയങ്ങളെ ഉപേക്ഷിക്കാൻ സാധിക്കുന്നില്ല. ഉപേക്ഷിക്കേണ്ടതാണ്, പക്ഷേ എന്തു ചെയ്യാം, തന്നെ കൊണ്ട് കഴിയുന്നില്ലല്ലോ എന്ന വ്യസനവുമുണ്ട്. അതിനാൽ വെറുപ്പോടുകൂടിയാണ് വിഷയങ്ങളെ അനുഭവിക്കുന്നത്. അങ്ങനെയുള്ളവൻ എൻ്റെ ഭക്തിയോഗത്തിന് അധികാരിയാണ്. അവൻ സർവശക്തനോട് തന്നെ വിഷയക്കുഴിയിൽ നിന്ന് കരകയറ്റണം എന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുന്നു. ഭക്തവത്സലന്റെ ഗുണകഥകളെ ഭക്തമുഖത്തിൽ നിന്നും കേൾക്കുന്നു. ഭക്തന്മാർ അനുഭവിക്കുന്ന നിരതിശയാനന്ദം കാണുന്നു. ഭഗവല്ലീലകളെയും തിരുനാമങ്ങളെയും ആർദ്ര ഹൃദയത്തോടുകൂടി കീർത്തിക്കുന്നു. വിഷയം അനുഭവിക്കുമ്പോഴും എന്നെ മറക്കുന്നില്ല. ഉദ്ധവ, ആ ഭക്തന്റെ ഹൃദയം എൻ്റെ വാസസ്ഥാനമായി കഴിഞ്ഞു. ഞാൻ അവിടെ ഇരുന്നു കൊണ്ട് അവൻ്റെ ദുർവാസനകളെയെല്ലാം നശിപ്പിക്കും. അവൻ്റെ മനസ്സിൽ പുതിയതായി മുളയ്ക്കുന്ന കാമബീജങ്ങളെ ഞാൻ അപ്പോഴപ്പോൾ പറിച്ചു കളയും. വാസനകൾ നശിച്ചാൽ പിന്നെ കാമങ്ങൾ മുളയ്ക്കുകയില്ല. കാമം നശിച്ചാൽ ഹൃദയഗ്രന്ഥി പൊട്ടിപ്പോകുന്നു. അതുവരെ ഉണ്ടായിരുന്ന സകല സംശയങ്ങളും എൻ്റെ കൃപയാൽ താനെ നശിക്കുന്നു. അവൻ അതിന് പ്രയത്നിക്കേണ്ടതില്ല എന്ന് അർത്ഥം. ഭക്തി ജ്ഞാനങ്ങളെ കൊണ്ട് പ്രയത്നം ചെയ്ത് എന്നെ പ്രാപിക്കാൻ ശ്രമിക്കാതെ ചഞ്ചലങ്ങളായ ഇന്ദ്രിയങ്ങൾക്ക് വശംവദരായി ക്ഷുദ്ര വിഷയങ്ങളെ സേവിച്ച് ജനിച്ചും മരിച്ചും കഴിയുന്നവരെയാണ് സംസാരികൾ എന്ന് പറയുന്നത്. അവർ ഏറ്റവും താഴ്ന്ന പടിയിൽ നിൽക്കുന്നവരാണ്. ഓരോ നിലയിലുള്ളവർക്ക് വേദം ഓരോ നിയമം വിധിച്ചിട്ടുണ്ട്. അതവർക്ക് ഗുണകരമായിരിക്കും. അതേ നിയമം മറ്റുള്ളവർക്ക് ദോഷമായും വരാം. വേദം ശുദ്ധ്യാശുദ്ധികളെ ധർമ്മത്തിനായി കൊണ്ടും ഗുണദോഷങ്ങളെ വ്യവഹാരത്തിനായി കൊണ്ടും ശുഭാശുഭങ്ങളെ ലോകയാത്രാ നിർവഹണത്തിനായിട്ടും വിധിച്ചത് സാധാരണക്കാർക്ക് വേണ്ടിയാണ്. പ്രകൃതിയെ അതിക്രമിച്ച ജ്ഞാനികൾക്കും ഭക്തന്മാർക്കും അത് ബാധകമല്ല. എങ്കിലും ലോകസംഗ്രഹാർത്ഥം അവരും അതനുസരിക്കുന്നു. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.